ഹലോ ഗായ്സ്. അപ്പോൾ കുറച്ച് നേരം മുന്നേ ഒരു ഇൻസിഡന്റ് നടന്നു. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു നാട്ടിൻ പുറത്തൂടെ വരികയാണ് ബൈക്ക് എടുത്ത്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ രണ്ടു കുട്ടികൾ ഓടി വരുന്നത് കണ്ടു. പെട്ടെന്ന് ഞാൻ നോക്കിയ എന്റെ ശ്രദ്ധയപ്പെട്ട വെച്ചാൽ അവരുടെ പിറകെ 2-3 നായ്ക്കൾ പിറകെ ഓടുന്നതാണ് കണ്ടത്. അപ്പൊ പെട്ടെന്ന് ഞാൻ ബൈക്ക് നിർത്തി ആ നായ്ക്കളെ എറിഞ്ഞു ഓടിച്ചു. അപ്പൊ വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ആ സമയത്ത് ഞാനുള്ളതിനെ കൊണ്ട് മാത്രം ആ കുട്ടിയെ രക്ഷപ്പെട്ടു. അല്ലാത്ത വശം ആ കുട്ടിയെ കടി കേൾക്കും. കാരണം ഈ രാവിലെ തന്നെ കുട്ടികളൊക്കെ മദ്രസ പോകുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററിലേക്കൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ നായ്ക്കളുടെ ആക്രമണം നേരിടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഇത് ആരോടെ നമ്മൾ പറയാ കഴിച്ചേട്ടാ? അത് വേറെ പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര നായശല്യായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഇതുപോലെ തന്നെയായിരുന്നു. ഞങ്ങളെ നാട്ടില്, എന്റെ നാട്ടിലൊക്കെ ഞങ്ങള് നായ്പിടുത്തക്കാരൊക്കെ വന്ന് ഞാനൊക്കെ രാവും പാലും ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് വണ്ടിയിൽ. നായനെ പിടിക്കാൻ. കാരണം ഇതിന്റെ കമ്മിറ്റിയിലൊക്കെ ഞാൻ ഇറങ്ങിയതാ. പുലച്ച വരും അവര് വലയൊക്കെ ആയിട്ട് വന്ന് വണ്ടി. ഭയങ്കര ബുദ്ധിമുട്ട്. എത്ര ആൾക്കാർ കടിയിട്ടില്ല. കഴിഞ്ഞ വർഷം എന്റെ നാട്ടില് എത്ര ആൾക്കാർ കടിയേറ്റിട്ടുണ്ടെന്നോ. ഒരു ലേഡീന്റെ മുഖത്തൂടിയൊക്കെ മൊത്തം കടിച്ച് അമ്മോ. അവര് കോളേജിലായിരുന്നു അഡ്മിറ്റ് ആയത്. അപ്പൊ ഇത് കഴിഞ്ഞ വർഷത്തെ അതേ സമയമായപ്പോ വീണ്ടും നായകൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവൻ പറഞ്ഞതുപോലെ മദ്രസയിലൊക്കെ പുലർച്ചെ പോകുന്ന കുട്ടികൾ, ചെറിയ മക്കളാ. ട്യൂഷൻ സെന്ററിൽ പോകുന്നുണ്ട്. ഇവരൊക്കെ നടന്നിട്ടാ പോകുന്നത്. ചെറിയ മക്കളല്ലേ, ഒന്നും ചെയ്യാനാവൂല. ഇപ്പൊ ഇവൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാ അത്. ഇവരന്നേരം എത്തിയിട്ടില്ലെങ്കിൽ മക്കളെ കാര്യം പോക്കാ. തീർച്ചയായും ഒരു 2 കടി കിട്ടിയാ പോരെ. അതാണ്. അപ്പോ എല്ലാരും ഒന്ന് എന്താ പറയാ ശ്രദ്ധിക്കണം. നമ്മൾ പഴയതുപോലെ ഇറങ്ങണം. ജനങ്ങൾ ഒത്തുകൂടിയാലാണ് ഇതൊക്കെ നമുക്ക് നിർത്താൻ പറ്റും നാട്ടില്. അപ്പോ എന്തായാലും പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഓരോരോ നാട്ടിൽ ഓരോരുത്തർ നിന്ന് ആക്റ്റീവായിട്ട് നിന്നിട്ട് അതിന്റെ നാശല്യം നമുക്ക് എങ്ങനെ ചെറുക്കാന്നുള്ളതിനെ പറ്റി ഇത് പഞ്ചായത്ത് തലത്തിലും അല്ലേ എല്ലാവരും ഒന്ന് ഇറങ്ങി നാട്ടുകാരെ ശ്രദ്ധിച്ചാൽ മതി. രക്ഷിതാക്കൾക്ക് ഇപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് എന്താ പറയാ ശ്രദ്ധിക്കാൻ. നമ്മള് നാട്ടിലെ എല്ലാവരും ഒന്ന് ഒത്തുകൂടിയാൽ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും അല്ലേ? ഡ്രൈവർ അല്ലേ? ഞാൻ കാണുന്നല്ലേ. നമ്മളിപ്പോ ചെറിയ മക്കളെ ഇപ്പൊ സ്കൂൾ കൂട്ടാൻ പോകുമ്പോ ഞാനൊരു വണ്ടി നമ്മളൊരു വീട്ടില് എത്തി രക്ഷിതാവ് വന്നു കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞേക്കും. കാര്യം എന്താ വെച്ചാല് ആ ഗ്യാപ്പിൽ എന്തേ പറ്റിയത് നമ്മൾ സമാധാനം പറഞ്ഞു. അപ്പൊ ഈ പോകുന്ന ഇടവഴികളിലൊക്കെ നായ്ക്കളുണ്ട്. എന്റെ മോനെ അതൊക്കെ പറയണേ. ഞാനൊക്കെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ എത്തിക്കല, നടത്തിക്കൊണ്ടുപോക്കില്ല. ഭയങ്കര അവസ്ഥ. എന്താ ചെയ്യാൻ പറ്റിയത്? ഒന്നുമില്ല. ഇത് നമ്മളിപ്പോ എന്താ പറയാ, ഇതിനെന്തെങ്കിലും ഒന്നൊക്കെ നാട് കടത്താൻ ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ ചെയ്യാ. ഇല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഒരു ഏരിയയില് ഇപ്പൊ ഒരു പഞ്ചായത്ത് തലത്തില് ഒരു ഏരിയയില് ഈ തെരുവ് നായകളുണ്ടല്ലോ, അവരെ പോറ്റാനുള്ള ഒരു സംവിധാനം അവർക്കുള്ള ഫുഡും കാര്യങ്ങളും കൊടുത്തിട്ട് അവരെ ഒരു ഏരിയയില് അതിനായിട്ടുള്ള സെറ്റ്